നെൽവയലുകൾ കൊണ്ട് സമ്പന്നമായ ഗ്രാമം അതാണ് നെന്മാറ. മണ്ഡലം രൂപീകൃതമായിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂവെങ്കിലും നിരവധി വികസന പദ്ധതികളാണ് നെന്മാറയിൽ ഇതുവരെ നടപ്പാക്കിയത്. ഈ കാഴ്ചകളിലൂടെയാണ് ഇന്നത്തെ നവകേരളം നവമുന്നേറ്റം മുന്നോട്ട് പോകുന്നത്. നിയമസഭാ പുനർനിർണയത്തിന് ശേഷം രൂപീകൃതമായ മണ്ഡലമാണ് നെന്മാറ മണ്ഡലം. എലവഞ്ചേരി, നെല്ലിയാമ്പതി, നെന്മാറ, വല്ലശന, അയിലൂർ, പുതുനഗരം, വടവന്നൂർ, കൊല്ലങ്കോട്, കൊടുവായൂർ, മുതലമട തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് നെന്മാറ മണ്ഡലം. ഇന്ത്യക്ക് മാതൃകയാവുന്ന കിബി മോഡൽ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത് 2016 അധികാരത്തിൽ വന്ന ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. 1999 കിബി മാതൃകാപരമായി രൂപകൽപ്പന ചെയ്തിരുന്നെങ്കിലും അതൊന്ന് പൊടിതട്ടിയെടുക്കാൻ കഴിഞ്ഞത് പിണറായി സർക്കാരിലുണ്ടായിരുന്ന ശ്രീ തോമസ് ഐസക് ധനകാര്യമന്ത്രിയാണ്. ഒരുപക്ഷെ വലിയ ആശങ്കയാണ് പൊതുവിൽ ജനങ്ങൾക്കിടയിൽ ഇത് വായ്പ എടുക്കുന്നതിൽ എങ്ങനെ തിരിച്ചടക്കാം എന്നതിനെക്കുറിച്ചൊക്കെ വലിയ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇതിലേക്ക് രൂപകൽപ്പന ചെയ്യുമ്പോൾ 60,000 കോടി രൂപയുടെ വികസന മോഡലാണ് ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ ആലോചിച്ചിരുന്നെങ്കിലും ഇപ്പോൾ 1,00,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വരുന്ന ഫണ്ടും അതിനുശേഷം ഇത് തിരിച്ചടവും ഒരു പ്രയാസമുണ്ടാകുമോ? ഒരു പ്രയാസം ഉണ്ടാവില്ല. സ്വാഭാവികമായും ഇന്ധനത്തിൽ നമുക്ക് ലഭിക്കുന്ന സെസ്സായിട്ടോ അല്ലെങ്കിൽ ടാക്സായിട്ട് ലഭിക്കുന്നതിൻ്റെ ഒരു വിഹിതം 25 വർഷത്തിലേക്ക് നാം തിരിച്ചടയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ എടുക്കുന്ന വായ്പയും പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണവും തിരിച്ചടവും കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് ഇതിന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചത്. കുറഞ്ഞ കാലത്തിനുള്ളിൽ മണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞത് നിരവധി വികസന പ്രവർത്തനങ്ങളാണ്. മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനായി എല്ലാ പഞ്ചായത്തുകളിലെയും മുഴുവൻ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇതിന്റെ പ്രാരംഭഘട്ടമെന്ന നിലയിൽ നെന്മാറ, വല്ലശന പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച പോത്തുണ്ടി നഗറിൽ 30 കോടി രൂപ മുടക്കി ഫിൽട്ടർ പ്ലാന്റ് നിർമ്മിച്ചു. കേരളം നേരിടുന്നൊരു വലിയ പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ താമസിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളും ജനങ്ങളും നേരിടുന്നതാണ് കുടിവെള്ള പദ്ധതി. സ്വാഭാവികമായിട്ട് ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് കുടിവെള്ള പദ്ധതിയിലേക്ക് രൂപകൽപ്പന ചെയ്യുക എന്ന് ചിന്തിച്ചപ്പോഴാണ് പോത്തുണ്ടി ഡാമിൽ നിന്നും കുടിവെള്ള പദ്ധതിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ 30 കോടി രൂപയ്ക്ക് യഥാർത്ഥത്തിൽ നെന്മാറ, പല്ലശ്ശേന പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുതിയ കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ തീരുമാനിച്ച് അവിടെ ഫിൽട്ടർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. ആ ഫിൽട്ടർ പ്ലാന്റ് ഉപയോഗപ്പെടുത്തിയാണ് ഇപ്പോൾ അയിലൂര്, മേലാർകോട് പഞ്ചായത്തുകളിലേക്കുൾപ്പെടെയുള്ള കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. അതേപോലെ തന്നെയാണ് പിന്നീടാണ് ജലനിധി വന്നത്, ആ ജലജീവൻ മിഷൻ വന്നത്. ആ മിഷൻ്റെ ഭാഗമായി ഫണ്ട് കൂടെ ഉപയോഗപ്പെടുത്തിയപ്പോൾ ഈ നെന്മാറ നിയോജകമണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിലേക്ക് ആവശ്യമായ കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതികളുടെ അടിസ്ഥാന തുടക്കം കുറിക്കുന്നത് കിബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്നതിൽ ഏറെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
മണ്ഡലത്തിലെ മറ്റൊരു വലിയ പദ്ധതിയായ ഊട്ടുറപ്പാലം നിർമ്മാണത്തിനായി 20 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇതിന്റെ ടെൻഡർ നടപടികൾ നടക്കുകയാണ്. നെന്മാറ നിയോജകമണ്ഡലത്തിലെ മറ്റൊരു മേജർ പ്രൊജക്റ്റാണ് നമ്മുടെ ഊട്ടുറപ്പാലം. 85 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള പാലമാണത്. അപകടകരമായ സാഹചര്യം ഉണ്ടാകുന്ന 2012 പ്രഖ്യാപിച്ചിട്ടും അതിനൊരു തുടക്കം കുറിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ എന്തുകൊണ്ടോ കഴിഞ്ഞില്ല. എന്നാൽ പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട്, അതുപോലെ തന്നെ അവിടെയാണ് ഊട്ട്ര റെയിൽവേ പാലത്തിനൊരു ക്രോസ്, ഈ ലെവൽ ക്രോസുകളില്ലാത്ത ഒരു കേരളം എന്ന നിലയിലേക്കുള്ള പദ്ധതിയുടെ തുടക്കം കുറിച്ചപ്പോൾ അതിലേക്ക് രണ്ടും ആയി ഏകദേശം 20 കോടിയിലധികം രൂപ നമുക്ക് മാറ്റിവെക്കേണ്ടി വന്നു. അതിൽ ആദ്യഘട്ടത്തിൽ ഊട്ട്രപ്പാലത്തിൻ്റെ ടെൻഡർ നടപടികളിൽ എത്തി നിൽക്കുന്നു. മേമ്പാലം റെയിൽവേ കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് പോകേണ്ടതുള്ളതുകൊണ്ട് ആ മേമ്പാലത്തിന് റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടി പോകാനാണ് തീരുമാനിച്ചത്. ഇത് പറയുമ്പോൾ പ്രാവർത്തികമാക്കുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ഇതിനാവശ്യമായ ഭൂമി 6.5 കോടിയോളം രൂപ ചെലവഴിച്ച് അവിടെ താമസിക്കുന്ന വ്യക്തികൾ സ്വമനസാലെ നമ്മുടെ ഈ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി വിട്ടുകൊടുത്തു. അവർക്ക് മുഴുവൻ പണവും ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇതൊന്നല്ല, ഹിൽ ഹൈവേയുടെ വരവുണ്ട്. 3 ഘട്ടങ്ങളിലായിട്ടാണ് നെന്മാറ നിയോജകമണ്ഡലത്തിലൂടെ കടന്നു പോകുന്നത്. ഏകദേശം 12 മീറ്ററിലധികം വരുന്ന വീതിയുള്ളിടത്താണ് ഇത് നടപ്പിലാക്കുക. അതിൻ്റെ 1, 2 ഘട്ടം എന്ന് പറയുന്നത് അങ്ങ് മുതലമട പഞ്ചായത്തിൽ ആരംഭിച്ച് കൊല്ലങ്കോട് ബൈപ്പാസിന് അടുത്തുകൊണ്ട് നിർത്തി, രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് വട്ടേക്കാട് നിന്ന് ആരംഭിച്ച് നെന്മാറ കഴിഞ്ഞു പോകുന്നതാണ്. അതും 2 ബൈപ്പാസുകളിലേക്ക് കൊണ്ടെത്തിക്കുന്ന രൂപത്തിലേക്കുള്ള 1ാം ഘട്ട പ്രവർത്തനം ഏറ്റവും അടുത്ത് തന്നെ ആരംഭിക്കാൻ കഴിയും എന്ന രൂപത്തിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളുകളുടെ വികസനം, ആരോഗ്യമേഖലയുടെ വികസനം, കാർഷിക മേഖലയിലെ വികസനം എന്നിവയെല്ലാം നടപ്പാക്കി കഴിഞ്ഞു. നെന്മാറ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചു. കൊടുവായൂർ ബൈപ്പാസ് നിർമ്മാണത്തിനായി 32 കോടി രൂപ അനുവദിച്ചു. ഇതിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നടക്കുകയാണ്. അധികാരത്തിൽ വന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു ലോകോത്തര നിലവാരത്തിലേക്കുള്ള വിദ്യാഭ്യാസ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. 5,40,00,000 ചെലവഴിച്ച് നെന്മാറ നിയോജകമണ്ഡലത്തിൽ നെന്മാറ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെട്ടിടവും അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് അവിടെ ക്ലാസ് നടക്കുകയാണ്. മറ്റൊന്ന്, അന്ന് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത് മറ്റൊരു മാതൃകയാക്കിയതാണ്. ഇനി സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ മോഡൽ ഈ കേരളത്തിൽ ഉണ്ടാവണം എന്ന് ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 45,000-ലധികം വരുന്ന ക്ലാസ് റൂം ഒറ്റ വർഷം കൊണ്ട് തന്നെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞതും ഈ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്നതിൽ അഭിമാനാർഹമായ നേട്ടമാണ് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയത്. ഒന്നല്ല, നിരവധി പദ്ധതികൾ ഇപ്പോഴും കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ കെട്ടിടങ്ങളായി, ഡിജിറ്റലൈസേഷനായി, ലാബായി, ലൈബ്രറിയായി, ഗ്രൗണ്ടുകളായി ഇന്ന് നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതാണ്. എല്ലാ കൃഷിയും മണ്ഡലത്തിൽ നടക്കുന്നുണ്ടെങ്കിലും പ്രധാന കൃഷിയിൽ ഒന്നായ മാങ്ങ ഉൽപാദന കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് മുതലമട പഞ്ചായത്തിൽ കുറ്റിപ്പാടത്ത് സീഡ് ഫാമിനകത്ത് 5 ഏക്കർ ഭൂമിയിൽ 22 കോടി രൂപ ചെലവിൽ മാംഗോ ഹബ്ബ് സ്ഥാപിക്കും. നെന്മാറ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് ഈ ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യം മാവ് പൂക്കുന്നതും മാങ്ങ കൃഷിക്ക് ആവശ്യമായ രൂപത്തിൽ സഹായം എത്തിക്കുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ കർഷകരോടുള്ള മനസ്സാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുതലമട ഗ്രാമപഞ്ചായത്തിലെ കുറ്റിപ്പാടത്തുള്ള സീഡ് ഫാമിനകത്ത് 5 ഏക്കർ ഭൂമി വീണ്ടെടുത്ത് അതിൽ ഏകദേശം 22 കോടിയിലധികം വരുന്ന രൂപ ചെലവഴിച്ച് ഒരു മാംഗോ ഹബ്ബ്, മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരിൽ നിന്ന് ഏറ്റെടുക്കുക മാത്രമല്ല അത്
സംസ്കരിച്ച് ആവശ്യമായ രൂപത്തിൽ കയറ്റുമതിയിലേക്കും അനുബന്ധമായ പ്രൊഡക്ഷൻ എന്ന നിലയിൽ അവിടെ ഉൽപ്പാദിപ്പിച്ച് മറ്റു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാംഗോ ഹബ്ബും ഞങ്ങളവിടെ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 100 കോടിയോളം രൂപയുടെ പുതിയ പദ്ധതികളാണ് നെന്മാറ മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറഞ്ഞ കാലത്തിനുള്ളിൽ നിരവധി വികസന പ്രവർത്തനം നടപ്പാക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനത്തോടെയാണ് മണ്ഡലം നവകേരളം നവമുന്നേറ്റത്തിന്റെ ഭാഗമാകുന്നത്. റോഡ് ഗതാഗത രംഗത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ എടുത്തു നോക്കിയാൽ 30 കോടി, 60 കോടി, 100 കോടി എന്ന രൂപത്തിലേക്കാണ് കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഗതാഗത മേഖലയ്ക്ക് വലിയ പുരോഗതി ഉണ്ടാക്കിയത്. എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഒന്ന് ചർച്ച ചെയ്യപ്പെടുന്നതാണ് കൊടുവായൂർ ബൈപ്പാസ്. യഥാർത്ഥത്തിൽ അത് തുടക്കം കുറിക്കാൻ 15 കോടിയാണ് ബഡ്ജറ്റിനകത്ത് വകയിരുത്തിക്കൊണ്ടാണെങ്കിലും ഇപ്പോൾ അത് 32 കോടി രൂപയുടെ വകയിരുത്തപ്പെട്ട ഒരു വലിയ പദ്ധതിയാണ് കിഫ്ബിയിൽ കൊടുവായൂർ ബൈപ്പാസ്. ആ കൊടുവായൂർ ബൈപ്പാസിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ അതിൻ്റെ കറണ്ട് സ്ഥിതി എന്ന് പറയുന്നത് ഭൂമി ഏറ്റെടുക്കേണ്ട അവസ്ഥയിലേക്ക് അക്വിസേഷന് വേണ്ടിയുള്ള പോകുകയാണ്. അടിയന്തരമായി ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. കുറഞ്ഞ കാലത്തിനുള്ളിൽ നിരവധി വികസന പ്രവർത്തനം നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനത്തോടെയാണ് നെന്മാറ നവകേരളത്തിൻ്റെ നവമുന്നേറ്റത്തിൽ അണിചേരുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ സമസ്ത മേഖലകളിലും സ്പർശിച്ച് വികസന പാതയിൽ പട്ടാമ്പി. പട്ടാമ്പിയുടെ വികസന പാതയിലൂടെ നവകേരളം നവമുന്നേറ്റം. കൊപ്പം, കുലുക്കല്ലൂർ, മുതുതല, ഓങ്ങല്ലൂർ, തിരുവേഗപ്പാറ, വല്ലപ്പുഴ, വിളയൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും പട്ടാമ്പി നഗരസഭയും ഉൾക്കൊള്ളുന്നതാണ് പട്ടാമ്പി നിയോജക മണ്ഡലം. നമ്മുടെ കേരളത്തിലെ പാശ്ചാത്തല വികസന കാര്യത്തിൽ വലിയ കുതിച്ചു ചാട്ടമുണ്ടാക്കുന്നതിന് കിഫ്ബി സഹായിച്ചിട്ടുണ്ട്. നമ്മൾ സ്വപ്നം കാണുന്ന പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായിച്ചത് കിഫ്ബിയാണ്. പട്ടാമ്പി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയങ്ങളിൽ വലിയ മാറ്റമാണ് കിഫ്ബി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. വലിയ കെട്ടിടങ്ങൾ എല്ലാ വിദ്യാലയങ്ങളിലും ഉണ്ടാക്കുന്നതിന് കിഫ്ബി സഹായിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിലായി കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് മണ്ഡലത്തിൽ ഇതിനോടകം നടപ്പാക്കിയത്. സ്വപ്ന പദ്ധതിയായ പട്ടാമ്പി പാലം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. കുളപ്പള്ളി റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. പട്ടാമ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്, ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ് പട്ടാമ്പി കുളപ്പള്ളി റോഡ്, നിള IPT റോഡ്. അത് വളരെ വേഗത്തിലാണ്, വളരെ മനോഹരമായി വീതി കൂട്ടി അതിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ പട്ടാമ്പി പാലം എന്ന് പറയുന്ന സ്വപ്നം അത് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. സ്ഥലമേറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. പട്ടാമ്പിയിൽ മേൽപ്പാലങ്ങൾ, അതിൽ വാടനാംകുറിശി മേൽപ്പാലം, അതിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി. വല്ലപ്പുഴയിലെ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ്. സ്ഥലമേറ്റെടുപ്പ് നടപടി പൂർത്തീകരിച്ച് കഴിഞ്ഞു.
ഭിന്നശേഷി മേഖലയ്ക്ക് മികച്ച പരിഗണനയാണ് പട്ടാമ്പി മണ്ഡലത്തിൽ നൽകിയിട്ടുള്ളത്. 1.5 കോടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ വല്ലപ്പുഴയിൽ നിർമ്മാണം പൂർത്തീകരിച്ചു. മണ്ഡലത്തിൽ വിളയൂർ ബഡ് സ്കൂളിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പശ്ചാത്തല സൗകര്യം, പ്രത്യേകിച്ച് റോഡുകളുടെ കാര്യത്തിലും മേൽപ്പാലത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിട്ടുള്ള പല മേൽപ്പാലങ്ങൾക്കും ഫണ്ട് അനുവദിക്കാൻ കിഫ്ബി സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ മേൽപ്പാലങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനും ആളുകൾക്കൊക്കെ തന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് സ്ഥലത്തിന് ക്യാഷ് കൊടുക്കാനും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞു. പല പദ്ധതികളും നമുക്ക് യാഥാർത്ഥ്യമാക്കാനും തുടക്കം കുറിക്കാനുമൊക്കെ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞു. $20.6 കോടിയിൽ പട്ടാമ്പി കീഴായൂരിൽ 2 ഏക്കറിൽ 110 kV സബ്സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയായതോടെ പട്ടാമ്പി, മുതുതല, ഓങ്ങല്ലൂർ പ്രദേശങ്ങളിലെ വൈദ്യുതി തടസ്സത്തിനും വോൾട്ടേജ് ക്ഷാമത്തിനും പരിഹാരമായി. 50,000-ഓളം ഉപഭോക്താക്കൾക്കാണ് പദ്ധതിയുടെ ഗുണം ലഭ്യമാകുക. ജനങ്ങളുടെ ആവശ്യങ്ങൾ വേഗത്തിൽ നിറവേറ്റുവാൻ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ സഹായകരമാകും. ഇരിപ്പിടങ്ങൾ, കുടിവെള്ള സൗകര്യം, റാപ്പ് സൗകര്യം, ഭിന്നശേഷി സൗഹൃദ ശുചിമുറികൾ, മുലയൂട്ടൽ മുറി തുടങ്ങിയ സൗകര്യം വില്ലേജ് ഓഫീസുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. $90 കോടിയിൽ മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾ നവീകരിച്ചു. 160 കോടിയിൽ വിവിധ പൊതുമരാമത്ത് റോഡുകളുടെ നിർമ്മാണവും സാധ്യമാക്കി.
സമസ്ത മേഖലയിലും വലിയ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയാണ് പട്ടാമ്പി നിയോജക മണ്ഡലത്തിന്റെ തേരോട്ടം. നമ്മുടെ മൂതിക്കയം റെഗുലേറ്റർ, അതോടൊപ്പം തന്നെ തിരുവേഗപ്പുറ തടയണ, മൂതിക്കയം പൂർത്തീകരിച്ചു, തിരുവേഗപ്പുറ തടയണയുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് കോടിക്കണക്കിന് രൂപ അനുവദിക്കാൻ കിഫ്ബി വഴി കഴിഞ്ഞു എന്നത് പ്രത്യേകതയാണ്. കിഫ്ബി അതുകൊണ്ട് തന്നെ വികസന കാര്യത്തിൽ വലിയ മാറ്റമുണ്ടാക്കുന്നതിന് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മാറ്റമുണ്ടാക്കാൻ കഴിയുകയും നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഏറ്റവും വലിയ സാമ്പത്തിക ബാക്കപ്പ് നൽകിയ ഒരു സംവിധാനമാണ്. കിഫ്ബിക്കെതിരായിട്ടുള്ള വലിയ അറ്റാക്ക് നടക്കുന്നത്, അല്ലെങ്കിൽ കിഫ്ബിയെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നതും കേരളത്തിൻ്റെ വികസനം നടക്കുന്നതിന് എതിരായി ചിന്തിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നാണെന്നുള്ള സംശയമില്ല. കേരളത്തെ നമുക്കറിയാം 50 കൊല്ലം കഴിഞ്ഞിട്ട് വരേണ്ട വികസനങ്ങൾ ഇന്ന് തന്നെ യാഥാർത്ഥ്യമാക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന കിഫ്ബി ഏറ്റവും മികച്ച മാതൃകയാണ്. അത് മുന്നോട്ട് പോകണം. എല്ലാവിധ ഈ വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് എല്ലാവിധ ആശംസകളും നേരുകയാണ്. സമസ്ത മേഖലയിലും വലിയ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയാണ് പട്ടാമ്പി നിയോജക മണ്ഡലത്തിൻ്റെ തേരോട്ടം.